ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു നാടൻ മീൻകറി റെസിപ്പി നോക്കിയാലോ. അതിൻ്റെ ഏതോ ഒരു ഫ്രണ്ട് കുളം പിടിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് മീൻ കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ മീനിൻ്റെ പേരും നാളും സോഡാക്സ് ആയിരുന്നു. എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇനി വളർത്ത മീനിന് മാത്രമേ ഈ റെസിപ്പി യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. ഏത് മീനിനെ വേണമെങ്കിലും നമുക്കിത് നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ഈ മീൻകറി വെക്കുന്നത് എൻ്റെ അമ്മയാണ്. എനിക്കിപ്പോഴും ഒറ്റയ്ക്കൊരു മീൻകറിയൊക്കെ വെക്കാനുള്ള ധൈര്യം ഉണ്ടോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. എന്നെ പോലെ മീൻകറി ഒറ്റയ്ക്ക് വെക്കാൻ ധൈര്യമില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ നോക്കി സിമ്പിളായ ഒരു മീൻകറി വെക്കാവുന്നതേ ഉള്ളൂ. അമ്മയുടെ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ മീൻകറിയിൽ എരിവും ഉപ്പും പുളിയെല്ലാം കട്ടയ്ക്ക് നിൽക്കും കേട്ടോ. അമ്മ വെക്കുന്ന ഈ മീൻകറിയൊക്കെ പിറ്റേ ദിവസം ചോറിനൊപ്പം വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മ ഇടുന്ന അളവ് മാക്സിമം അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അമ്മ ഇതിൽ ഏകദേശം 2.5 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ നിറച്ച മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പുളി എടുക്കുമ്പോഴും ഇത്രയും തന്നെ പുളി എടുക്കുക കേട്ടോ. എല്ലാം കൂടെ ആദ്യമേ ഒറ്റയ്ക്ക് പിഴിഞ്ഞൊഴിക്കരുത്. കുറച്ച് ഒഴിച്ച് പുളി നിങ്ങളുടെ വേണ്ട അളവിൽ ആക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം കറിക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് വേണം നിങ്ങൾ റെഡിയാക്കി വെച്ച മീൻ അതിലോട്ട് ഇട്ട് അത്യാവശ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. പിന്നെ നിങ്ങൾ തേങ്ങ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ തേങ്ങയുടെ കൂടെ 3-4 ചെറിയുള്ളിയും കൂടെ അരയ്ക്കുന്നുണ്ട്. ഇതുപോലെ ആദ്യം തേങ്ങ നല്ലോണം അരച്ചതിന് ശേഷമാണ് ചെറിയുള്ളി ഇടുന്നത്. ചെറിയുള്ളി ഇട്ടിട്ട് ഭയങ്കരമായി പേസ്റ്റ് ആക്കുന്നില്ല. അത്യാവശ്യം 1 മിനിറ്റ് ബാക്കിലോട്ട് തിരിച്ച് നന്നായി ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് പുളിയും ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ പാകത്തിലാക്കി എടുത്താലുണ്ടല്ലോ ഒരു സൂപ്പർ ഫിഷ് കറി റെഡി.